السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഭാഗ 6. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് അത് ജീവികൾക്ക് മാത്രമല്ല, നിർജീവ വസ്തുക്കൾക്ക് വരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തുണ്ട്. അതാണ് ആലമീൻ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ജാബിർ, മഹാനായ സ്വഹാബി വര്യൻ ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നഹു ലൈസ ഷൈഉൻ ബൈനസ് സമാഇ വൽ അർളി ഇല്ലാ യഅലമു അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശഭൂമിയുടെ ഇടയിലുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹു പടച്ച, അത് ജീവ ഉള്ളതാവട്ടെ ജീവ ഇല്ലാത്തതാവട്ടെ, എല്ലാ സൃഷ്ടികളും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അറിയാത്ത ഒരൊറ്റ ഒരു ജീവിയുമില്ല. ഇല്ല ആസിൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും തമ്മാടികളും അതുപോലെ കുഫറുള്ള ആളുകൾ, ദോഷികളായ ആളുകൾ അല്ലാതെ മറ്റുള്ള എല്ലാ ജീവികളും ഞാൻ റസൂലാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അതുകൊണ്ടാണ് പലപ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് തങ്ങളെ ഹെൽപ്പ് ചെയ്യാനും തങ്ങളിൽ നിന്ന് റഹ്മത്ത് പ്രതീക്ഷിച്ച്, തങ്ങളിൽ നിന്ന് ശഫാഅത്ത് പ്രതീക്ഷിച്ച് തങ്ങളുടെ അടുത്തേക്ക് പല നിർജീവ വസ്തുക്കളും ജീവമുള്ളതായി ജീവൻ നൽകപ്പെട്ട രൂപത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരുന്നതായി കാണാം. ബഹുമാനപ്പെട്ട മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹാനവർകൾ പറയുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖൂമു യൗമൽ ജുമുഅ ഇലാ ഷജറത്തിൻ ഔ നഖ്ലത്തിൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്തിൽ ഒരു മരത്തിൻ്റെ മേലെ കയറിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ഖുതുബ ഓതാറുണ്ടായിരുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. അല്ലെങ്കിൽ വന്നത് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, രാവിക്ക് റിപ്പോർട്ടറിന് സംശയമാണ്. വന്നത് ഒന്നിരിക്കുള്ള സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവാകുന്ന പുരുഷൻ, ഏതെങ്കിലും ആവട്ടെ ഒരാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, തങ്ങളുടെ സമ്മതം ചോദിക്കുക, യാ റസൂലല്ലാഹ് അലാ നജ്അലു ലക മിമ്പറൻ, ഞങ്ങൾ വീട്ടിൽ ഒരു മിമ്പർ ഉണ്ടാക്കട്ടെയോ, തങ്ങൾക്ക് നല്ലൊരു മിമ്പർ ഉണ്ടാക്കി ഞങ്ങൾ തരട്ടെ. ഇതുവരെ മരത്തിൻ്റെ മേലെ, ഒരു മരക്കഷ്ണത്തിൻ്റെ മേലെ അല്ല തങ്ങൾ ഖുതുബ ഓതാറുള്ളത്, ഇനി ഒരു മിമ്പർ ഉണ്ടാക്കി ഞങ്ങൾ തരാം എന്ന് തങ്ങളുടെ സമ്മതം ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകുകയാണ്. ഈ ഷെയ്ത്തും നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയാൽ കൊള്ളാം എന്ന രൂപത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ അവർ ഒരു മിമ്പർ ഉണ്ടാക്കി. ഫജഅലു ലഹു മിമ്പറൻ ഫലമ്മാ കാന യൗമൽ ജുമുഅ ദുഫിഅ ഇലൽ മിമ്പർ ഫസാഹത്തിൻ നഖ്ലതു സിയാഹൽ സ്വബി. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരക്കഷ്ണത്തിനെ മാറ്റിവെച്ച് പുതിയ മിമ്പറിലേക്ക് കയറിയപ്പോൾ ആ മരക്കഷ്ണം ചെറിയൊരു കുഞ്ഞ് കരയും പോലെ കരയുകയാണ്. ബഹുമാനപ്പെട്ട ഈ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഏതുപോലെ സുബ്ഹാനല്ലാഹ്, ചെറിയൊരു കുഞ്ഞ് കരയും പോലെ കരയുകയാണ്. ഫളമ്മഹു ഇലൈഹി റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിൻ്റെ നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആര് കരഞ്ഞാലും, തങ്ങളുടെ മുമ്പിൽ ഏത് ആവലാതി പറഞ്ഞാലും അവിടെ നിന്ന് സ്വീകരിക്കാതിരിക്കൂല. കാരണം റഹ്മത്തുൽ ലിൽ ആലമീൻ. അപ്പം തന്നെ ആ മരത്തിൻ്റെ കഷ്ണത്തെ ഫളമ്മഹു ഇലൈഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിപ്പിടിച്ചു, അണച്ചു കൂട്ടി, അതിനിങ്ങനെ കൂട്ടിപ്പിടിച്ച് സുബ്ഹാനല്ലാഹ് തഇന്നു അനീനസ്സുബി, ചെറിയ കുഞ്ഞുകൾ ഇങ്ങനെ ഏങ്ങി കരയും പോലെ, സേങ്ങി കരയും പോലെ ഇങ്ങനെ കരയുന്നു ആ മരക്കഷ്ണം. അല്ലദീ യുസ്കനു, സമാധാനിപ്പിക്കപ്പെടുന്ന കുട്ടികൾ
അവരെ മാതാപിതാക്കൾ ഉമ്മ സമാധാനിപ്പിക്കുമ്പോൾ ആ കരച്ചുകൾ ഇങ്ങനെ കുറഞ്ഞ് ആദ്യം വലിയ അട്ടഹാസമാണ്, വലിയ ശബ്ദത്തോടുകൂടി കരഞ്ഞു. പിന്നെ സമാധാനിക്കുമ്പോൾ ഒന്നുകൂടി ശബ്ദം കുറഞ്ഞ് ചെറിയൊരു കരച്ചൽ. ആ കരച്ചലാണ് പിന്നീട് ആ മരക്കഷ്ണത്തിൽ ഞങ്ങൾ കണ്ടത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാനത് തബ്കി അലാ മാ കാനത് തസ്മഉ മിനൽ ദിക്ർ ഇൻദഹാ. ഇനി ഹബീബിന്റെ ശബ്ദം കേൾക്കാനില്ല. ഇനി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദത്തിന്റെ ആ സ്പർശനം ഇനി എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് അത് കരഞ്ഞതാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ചില ഹദീസുകളിൽ കാണാം, കാലുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ തടകി. കാലുകൊണ്ട് തടകാൻ കാരണം ഇതുവരെ അതിനിക്ക് ആ മുബാറക്കായ ആ ബറക്കത്താക്കപ്പെട്ട പാദസ്പർശനം ഇതുവരെ അതിന് തട്ടാറുണ്ടായിരുന്നു. ഇനി മുതൽ ഇത് ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് വീണ്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പാദസ്പർശനം ആ മരക്കഷ്ണത്തിന് വെച്ചുകൊടുത്ത് അതിനെ മുഅ്മിനായ മനുഷ്യനെ മറവ് ചെയ്യും പോലെ ആ മരക്കഷ്ണത്തിന് മറവ് ചെയ്യപ്പെട്ടു എന്ന് ഹദീസുകളിൽ ചരിത്രങ്ങളിൽ കാണാം. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർജീവ വസ്തുക്കളോട് നബി തങ്ങളുടെ കരുണയും അവകൾ നബി തങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്ന ആ രംഗങ്ങൾ അത് വലിയ അത്ഭുതകരമാണ്. അതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. യഅല ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനവർകൾ പറയുകയാണ്, സിർന ഫനസൽന മൻസിലൻ, ഞങ്ങളൊരു യാത്ര പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തിൽ ഞങ്ങൾ ഇറങ്ങി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഉറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമത്തിന് വേണ്ടി ആ ഉറങ്ങുന്ന സമയത്ത് ഫജാഅത ശജറത്തുൻ തശുക്കുൽ അർള ഹത്താ ഗശിയതുഹു ثم رجعت الى مكانها. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഉറങ്ങിയപ്പോൾ ഒരു മരം ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പൊറിഞ്ഞിട്ട് അതിങ്ങനെ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് നബി തങ്ങളെ പൊതിയുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ സ്ഥലത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിശദീകരണം ചോദിച്ചപ്പോൾ തങ്ങൾ പറയുകയാണ്, അതൊരു മരം റബ്ബിനോട് സമ്മതം ചോദിച്ചു, എനിക്കൊന്ന് സലാം പറയാൻ. അങ്ങനെ അൻതുസല്ലിമ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നേതാവല്ലേ, ഒന്ന് ഞാൻ സലാം പറഞ്ഞു വരട്ടെ എന്ന് അള്ളാഹുവിനോട് സമ്മതം ചോദിച്ച്, അങ്ങനെ അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടിയപ്പോൾ അതെനിക്ക് വന്ന് സലാം പറഞ്ഞ് എന്നോട് സംസാരിച്ച് സന്തോഷം പകർന്നു പോയതാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ് സ്വഹാബത്തിനോട്. ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണ. ഉഹുദ് പർവ്വതത്തിന് മേലെ നിന്നപ്പോൾ ഉഹുദൊന്ന് കുലുങ്ങി നോക്കി. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിനോട് പറഞ്ഞത്, യാ ഉഹദ് ഉസ്കുൻ യാ ഉഹദ്, ഉഹുദേ അനങ്ങാനായിട്ടില്ല, ഒന്ന് അടങ്ങിയിരിക്ക്, കുറച്ച് സമാധാനം ഇരിക്കട്ടെ. കാരണം ഫഇന്ന അലൈക നബിയ്യുൻ, നിന്റെ മേലുള്ളത് നബിയാൽ, ഓ ഷഹീദോ ഷഹീദാൻ ഓ അബൂബക്കർ, ഇങ്ങനെ നിന്റെ മേലുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും നമുക്ക് ഹദീസിൽ കാണാം. അങ്ങനെ ഉഹുദ് പർവ്വതം ഒന്ന് ചവിട്ടി അങ്ങനെ അടങ്ങി നിന്നു, സമാധാനിച്ചു, കുലുങ്ങാൻ നിന്നില്ല പർവ്വതം. അതുപോലെ മറ്റൊരു സന്ദർഭത്തിലും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നുള്ള ഹിറാ പർവ്വതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെയും ഒന്ന് ഹിറാ എന്നുള്ള പർവ്വതം ഒന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലെ നിന്നപ്പോൾ ഒന്ന് കുലുങ്ങി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുലുങ്ങാനായിട്ടില്ല, ഒന്ന് അടങ്ങിയിരിക്ക് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ മരങ്ങളെ നട്ട് വളർത്താൻ വേണ്ടി ലോകത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു, നാളെ ഖിയാമത്ത് നാളെന്ന് ഉറപ്പായാൽ പോലും ഇന്ന് നിനക്ക് കാലി സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പച്ച ഒരു സാധനം നട്ട് വളർത്തണമെന്നാണ് ലോകത്തിൻ്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത്രത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ജീവകളോടും, ജീവനില്ലാത്ത തടിയില്ലാത്ത വസ്തുക്കളോട് പോലും ഒരാൾ ഒരു പെണ്ണുങ്ങൾ പനി വന്നപ്പോൾ ആ പനീനെ വല്ലാത്ത ചീത്ത പറഞ്ഞു.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബി അൽ ഹുമ്മ, പനിയെ നീ ചീത്ത പറയണ്ട. പനി വന്നാൽ നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. കാറ്റിനെ ചീത്ത പറഞ്ഞു. ആ സമയത്ത് ലാ തസുബ്ബു റീഹ, കാറ്റിനെ ചീത്ത പറയണ്ട എന്ന് പറഞ്ഞു. കാറ്റ് അത് റഹ്മത്തിനെ നമ്മൾക്ക് കൊണ്ടുവരും. അതുപോലെ കാലത്തിന് ചീത്ത പറഞ്ഞു, ലാ തസുബ്ബു ദഹ്റ, കാലങ്ങളെ നിങ്ങൾ ചീത്ത പറയണ്ട എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് നിർദ്ദേശിച്ചു. അങ്ങനെ തടിയുള്ള വസ്തുക്കളാവട്ടെ, തടിയില്ലാത്ത വസ്തുക്കളാവട്ടെ, ജീവനുള്ള വസ്തുക്കളാവട്ടെ, ജീവനില്ലാത്ത വസ്തുക്കളാവട്ടെ, എല്ലാത്തിനും റഹ്മത്തുൽ ലിൽ ആലമീൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും തങ്ങളെ മദ്ഹ് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ റഹ്മത്തും ശഫാഅത്തും ഉണ്ടാവുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ ലോകത്തും ആഖിറത്തിലും അല്ലാഹു നമുക്കെല്ലാം ഹബീബിൻ്റെ ശഫാഅത്ത് നൽകട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.